താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. നോർമൻ ബോർലോഗ് ആണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം ഫിലിപ്പൈൻസ്. 1 ശരിയാണ്, 2 തെറ്റാണ്. അപ്പോൾ 1 മാത്രമേ ശരിയുള്ളൂ. ഫിലിപ്പൈൻസ് അല്ല, ഹരിത വിപ്ലവത്തിൻ്റെ രാജ്യം മെക്സിക്കോ ആണ് വരുന്നത്. നെക്സ്റ്റ്, താഴെ പറയുന്ന ശരിയായ പ്രസ്താവനകൾ ഏവ? ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം കൗഡാണ്. നോർമൻ ബോർലോഗിന് 1970 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. 1, 2 ശരിയാണ്. MS സ്വാമിനാഥനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. എവർഗ്രീൻ റവല്യൂഷൻ എന്ന പുസ്തകം അദ്ദേഹത്തിൻ്റേതാണ്. 1, 2 പ്രസ്താവന ശരിയാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൽ ഘട്ടങ്ങളെക്കുറിച്ചിട്ടുള്ള പ്രസ്താവന. 1-ാം ഘട്ടം 65-75 നെല്ല് വിപ്ലവം എന്ന് അറിയപ്പെടുന്നു. 2-ാം ഘട്ടം 75-85 ഗോതമ്പ് വിപ്ലവം എന്ന് അറിയപ്പെടുന്നു. 1, 2 പ്രസ്താവനകൾ തെറ്റാണ്. 1-ാം ഘട്ടം ഗോതമ്പ് വിപ്ലവമെന്നും 2-ാം ഘട്ടം നെല്ല് വിപ്ലവമെന്നുമാണ് അറിയപ്പെടുന്നത്. ഹരിത വിപ്ലവത്തിൻ്റെ 1-ാം ഘട്ടം ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ പരിമിതപ്പെട്ടിരുന്നു. ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചത് പ്രധാന ഭക്ഷ്യധാന്യങ്ങൾ അരിയും ഗോതമ്പുമാണ്. 1, 2 പ്രസ്താവനകൾ ശരിയാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ ഇത് തിരഞ്ഞെടുക്കുക. MS സ്വാമിനാഥൻ വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനമാണ് സർബതി സൊറോണ. കല്യാൺ സോന, സൊണാലിക എന്നിവ ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത നെല്ലിനങ്ങളാണ്. 1 ശരിയാണ്, 1 മാത്രമേ ശരിയുള്ളൂ. 2-ാമത്തെ പ്രസ്താവന നെല്ലിനങ്ങളല്ല, ഗോതമ്പിനങ്ങളാണ്. ദി ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ എന്നത് വില്യം കൗഡ് രചിച്ചതാണ്. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവൻ മെക്സിക്കോ എന്നാണ്. 2 പ്രസ്താവനകളും തെറ്റാണ്. ദി ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ എന്ന് പറയുന്നത് MS സ്വാമിനാഥൻ്റെ പുസ്തകമാണ്. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവൻ ഫിലിപ്പൈൻസ് ആണ്. മെക്സിക്കോ ഹരിത വിപ്ലവം സ്റ്റാർട്ട് ചെയ്തതാണ് മെക്സിക്കോയിൽ. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ വശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായത് ഉയർന്ന വിളവ് നൽകുന്ന ഇനങ്ങളുടെ ഉപയോഗം ഇതിൻ്റെ ഭാഗമായിരുന്നു. ഐ ഹീൽഡ് വെറൈറ്റി. 2-ാമത്തെ ഓപ്ഷൻ കാർഷിക യന്ത്രവൽക്കരണത്തെ ഹരിത വിപ്ലവം നിരുത്സാഹപ്പെടുത്തി. 1-ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരി. കാർഷിക യന്ത്രവൽക്കരണത്തെ ഹരിത വിപ്ലവം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. വിപണന മിച്ചം എന്നതുമായി ബന്ധപ്പെട്ട പ്രസ്താവന. ഉൽപ്പാദനത്തിലെ മിച്ചം കമ്പോളത്തിൽ വിൽക്കുന്നതിനെ വിപണന മിച്ചം എന്ന് പറയുന്നു. ഹരിത വിപ്ലവം രാജ്യത്ത് വിപണന മിച്ചം സൃഷ്ടിക്കാൻ കാരണമായി. 2 പ്രസ്താവനകളും ശരിയാണ്.